ഈ ചെമ്പയ്ക്ക് നാദം നിലച്ചപ്പോൾ കണ്ഠം കൊടുത്തവൻ ഉണ്ടല്ലോ, ഗുരുവായൂരപ്പൻ. അത് ഗംഭീരമായ ഒരു ഒരു കൽപ്പനയാണ്. സത്യത്തിൽ ശബ്ദമില്ലാത്തവന് ശബ്ദമായി തീരുക എന്ന് പറയുന്നത് ദൈവമുണ്ടെങ്കിൽ ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പണിയാണ്. അത് ഭൂമിയിൽ ചെയ്യുന്നത് എഴുത്തുകാരാണ്. ശബ്ദമില്ലാത്ത ശബ്ദങ്ങളെ ഏറ്റവും ഫീബിളായ ഒരു ചീവീടിന്റെ ചിലപ്പിനെക്കാളും ചെറുതായിരിക്കുന്ന വളരെ മൈക്രോ ആയിരിക്കുന്ന ശബ്ദങ്ങൾക്ക് ജീവൻ ഉണ്ടാക്കുന്ന ആ അനുഭവങ്ങളെ നമ്മുടെ കാഴ്ചപ്പുറത്ത് കൊണ്ട് ഇന്റലിജിബിൾ ആക്കുക എന്ന് പറയും, കാഴ്ചപ്പുറത്ത് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണത്. അതാണ് എഴുത്തുകാർ ചെയ്യുന്ന ഒരു കാര്യം. ടി എം കൃഷ്ണയെ നിങ്ങൾക്കറിയാലോ, വലിയ പാട്ടുകാരനായ കർണാട്ടിക് സിംഗറായ ടി എം കൃഷ്ണ ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഗുരുവായ ശെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ രോഗബാധിതനായി ആശുപത്രി കിടക്കുമ്പോൾ ടി എം കൃഷ്ണയുടെ ബന്ധു കൂടിയാണ് ശെമ്മാങ്കുടിയെ കാണാൻ ആശുപത്രി ചെന്നു. അപ്പോ അസുഖം ഏകദേശം ഭേദമായി വരികയാണ്. അപ്പൊ ശെമ്മാങ്കുടി പറഞ്ഞു, കണ്ണ ഭയമായിർക്ക്. അപ്പോ കൃഷ്ണ പറഞ്ഞു, മാമ കവലപ്പെടാതെ, അസുഖം ഭേദമായി എന്നാണ് ഡോക്ടർ പറയുന്നത്. ഇന്നോ നാളെയോ നമുക്ക് പോകാം, ഒന്നും സംഭവിച്ചില്ലല്ലോ, പനിയൊക്കെ ഒന്ന് മൂർച്ഛിച്ചു എന്നല്ലേ ഉള്ളൂ, ആരോഗ്യമൊക്കെ തിരിച്ചു വരും, നമുക്ക് വീട്ടിലേക്ക് പോകാം താമസിയാതെ. അപ്പൊ ശെമ്മാങ്കുടി കൃഷ്ണനോട് പറഞ്ഞു, കണ്ണ അതല്ല, ഈ പാട്ടെല്ലാം മറന്നു പോകുമെന്ന് ഭയമായിരിക്കും കണ്ണ. ഒരു മനുഷ്യൻ വാർദ്ധക്യത്തിലേക്ക് എത്തി ആശുപത്രി പോയി ICUലൊക്കെ കിടന്ന് അവിടുന്ന് പുറത്തെടുത്ത് കിടത്തി തന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ കാണാൻ വരുമ്പോൾ ആ മനുഷ്യന് മരിച്ചു പോകും എന്നല്ല പേടി, പാട്ട് മറന്നു പോകും എന്ന പേടിയാണ്. ഓർമ്മ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു 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 മനുഷ്യനെ, ഒരു ജനതയ്ക്ക് അത്യന്തം ഭീകരമായ ഒരു അനുഭവമാണ്. അൽഷിമേഴ്സ് വന്നവരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അത്യന്തം ഭീകരമായ ഒരു അനുഭവമാണ്. ഈ ഓർമ്മയെ തിരിച്ചു കൊണ്ടുവരുന്ന അസാധാരണമായ പ്രക്രിയയുടെ പേരാണ് എഴുത്ത് എന്ന് പറയുന്നത്. ഈ രണ്ട് ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായി തീരുകയും മാഞ്ഞു പോകുന്ന ഓർമ്മകളെ ചിക്കി എടുത്തു കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു പ്രക്രിയ. അത് ചിലപ്പോൾ നമുക്ക് ഈ ഓർമ്മ കൊണ്ട് എന്താണ്, ഇപ്പൊ ഒരിക്കൽ രവി മേനോൻ പാട്ടിനെ കുറിച്ചൊക്കെ എഴുതുന്ന രവി മേനോൻ എഴുതി, രവി മേനോനും എസ് ജാനകിയും കൂടി പി ഭാസ്കരനെ കാണാൻ പോയി. പി ഭാസ്കരൻ അൽഷിമേഴ്സ് വന്ന് അവസാന നാളുകളിലാണ്. അവിടെ ചെന്നപ്പോ പറഞ്ഞു, ഇത് ജാനകിയാണ് ഈ വന്നത്, ജാനകി അമ്മ അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഇങ്ങനെ ഇരിക്കുകയാണ്, ആരെ അറിയത്തില്ല പി ഭാസ്കരന്, വലിയ പാട്ടുകാരിയാണ് എന്ന് പറഞ്ഞു. അപ്പോ പി ഭാസ്കരൻ പറഞ്ഞു, പാടൂ. പി ഭാസ്കരന്റെ ഒരു ഗാനം തളിരിട്ട കിനാക്കൾ എന്ന് പറയുന്ന പാട്ടുണ്ടല്ലോ, മലയാളം മൊത്തം അലിഞ്ഞു പോകുന്ന, ഏത് ഹൃദയവും അലിഞ്ഞു പോകുന്ന മനോഹരമായ ശബ്ദത്തിൽ ജാനകിയമായി പാട്ട് ഭാസ്കരൻ മാഷിന്റെ മുമ്പ് പാടി. പാട്ട് കേട്ട് ഈ ജാനകിയെ തലോടിക്കൊണ്ട് പി ഭാസ്കരൻ മാഷ് പറഞ്ഞു, ഗംഭീരമായ പാട്ട്, നല്ല പാട്ടാണ്, ഇത് ആരെഴുതിയതാണ് എന്ന് ചോദിച്ചു. മാഷ് എഴുതിയ പാട്ടാണ്, മാഷിന് അറിയില്ല ഇത് ആരെഴുതിയതാണ്. ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്നവന്റെ വേദന, ഒരു സമൂഹത്തിന് ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്ന കാലത്ത് ഫാസിസം നമ്മുടെ തലയിലേക്ക് വന്ന് നിൽക്കുന്നത് നമ്മുടെ ഓർമ്മകളെ മാറ്റുകൊണ്ടാണ്. അക്കാലത്ത് ഓർമ്മകളുടെ ഉത്സവം ഉണ്ടാക്കുന്ന, ഓർമ്മകളെ തിരിച്ചു കൊണ്ടുവരുന്ന അസാധാരണമായ പ്രക്രിയയുടെ പേരാണ് എഴുത്ത്. അതുകൊണ്ട് നമ്മള് ഒരു ഗ്രന്ഥശാല എന്ന നിലയിൽ 75 വർഷം പൂർത്തിയാക്കണം. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ 75 വർഷങ്ങൾ പൂർത്തിയായിരിക്കുന്നു. 50-ലാണ് നമ്മൾ റിപ്പബ്ലിക് ആയത്. 75 വർഷങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഈ ഗ്രന്ഥശാലയും ഈ നമ്മുടെ രാജ്യത്തോളം നീളം ഉണ്ട് ഈ ഗ്രന്ഥശാലയ്ക്ക്, അതിന്റെ ആയുസ്. അപ്പൊ അത് നമ്മൾ അതിന്റെ മുറ്റത്ത്, അതിന്റെ ഒരു റോഡ് വക്കിൽ ഈ നാട്ടിലെ ഒരു എഴുത്തുകാരനെ ആദരിക്കാൻ ഒത്തുകൂടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പല വിധത്തിൽ, ഇവിടെ നേരത്തെ അഷ്ടപതി പാടിയ കുട്ടികളുണ്ട്, ഇവിടെ സോപാനം ഇത് ഇടയ്ക്ക് വായിച്ച കുട്ടികളുണ്ട്, മനോഹരമായി പല കഴിവുകൾ പ്രകടിപ്പിച്ച കുട്ടികളുണ്ട്. സാംസ്കാരിക രംഗത്ത് നേരത്തെ ഷിനിലാൽ പറഞ്ഞതുപോലെ ഈ താലൂക്കിൽ തന്നെ വളരെ സവിശേഷമായ മുദ്ര പതിപ്പിച്ച ഒരു സ്ഥലമാണ് വെള്ളനാട്.
പലതരത്തിലുള്ള ഇടപെടലുകൾ ഇവിടുത്തെ ചരിത്രത്തോട് നടത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ നമ്മളിപ്പോ കൂടിയിരിക്കുന്നത് അതിൽ ഏറ്റവും സവിശേഷമായ ഒരു കാര്യത്തിനാണ്. ഈ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരന്റെ പേരിൽ ആണ് നമ്മൾ കൂടിയിരിക്കുന്നത്. അദ്ദേഹം ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ മടിച്ച് വളരെ ക്ലേശപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം എഴുതുന്നത്. വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അദ്ദേഹം മാറിക്കളയും. പക്ഷെ എഴുതാതിരിക്കുന്നത് എങ്ങനെയെന്ന് തോന്നുന്ന ഒരു സന്ദർഭത്തിൽ വന്നിട്ടുള്ള കുറച്ച് കഥകൾ, അതാണ് ഈ 2 പുസ്തകങ്ങളിലായിട്ട് വന്നിട്ടുള്ളത്. 3ാമത്തെ പുസ്തകം നേരത്തെ പറഞ്ഞതുപോലെ സയൻസിനെ കുറിച്ചുള്ള പുസ്തകമാണ്. പ്രധാനപ്പെട്ട ഒരു പുസ്തകം ഉടൽവേദം ആണ്. ഇതിൽ വന്നിട്ടുള്ള എല്ലാം കൂടി ഒരു കൈക്കുമ്പിളിൽ ഒതുക്കാവുന്ന അത്രയും കഥകളാണ്. പക്ഷെ ഈ കഥകൾ കൊണ്ട് മനോജ് ചെയ്തിട്ടുള്ള ഒരു പണി എന്ന് പറയുന്നത് അസാധാരണമായ ഒരു പണിയാണ്. അതുകൊണ്ട് മനോജിന്റെ കഥകളിലേക്ക് കടന്നു ചെല്ലുകയാണ് മനോജിനെ നമ്മൾ അടയാളപ്പെടുത്തുക, മനോജിനെ നമ്മൾ ആദരിക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത്. അത് ഞാൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ പോകുന്ന ഒരു മെമന്റോയോ അല്ലെങ്കിൽ മറ്റെന്ത് തന്നെ ആയാലും അതിനൊക്കെ അപ്പുറത്ത്, കാരണം മനോജ് നിങ്ങളുടെ തന്നെ ജീവിതത്തെ തന്നെയാണ് എഴുതുന്നത് എന്നതാണ്. മനോജിനെ നിങ്ങൾ ഈ കണ്ടല്ലോ, ഒരു എണ്ണ തേച്ച് വലതുവശത്ത് വകുപ്പിട്ട് റോഡിന്റെ ഇടതുവശം പറ്റി പോകുന്ന ഒരാളാണ്. വളരെ മര്യാദക്കാരനായ, നമുക്ക് മനോജിനെ കണ്ടാൽ തന്നെ വെള്ളനാട്ടെ ഒരു ഉണ്ണിയല്ലേ ഇത് എന്ന് തോന്നുന്ന തരത്തിൽ ഒരു മുട്ട തൊലിച്ചു വെച്ചതുപോലെ ഇരിക്കുന്ന സുന്ദരനായ ഒരു മനുഷ്യൻ. പക്ഷെ നമ്മൾ കഥയിൽ കണ്ടുമുട്ടുന്നത് ആ മനുഷ്യനെയല്ല, ഒരു രാവണനെയാണ് കണ്ടുമുട്ടുന്നത് നമ്മൾ. ഈ കഥകളിൽ പലതും പകുതിയാവുന്നതിന് മുമ്പേ ഞാൻ അടച്ചു വെച്ചിട്ട് ഒന്ന് നെഞ്ചി പിടിച്ചിരുന്നിട്ടുണ്ട്. എത്ര ടേണാണ്, എത്ര അപകടകരമായ ഇടങ്ങളിൽ വെച്ചാണ് ഈ മനുഷ്യൻ തിരിയുന്നത്, എത്ര ഞെട്ടിച്ചുകൊണ്ടാണ് ഓരോ കഥകളും നമ്മളുടെ പുറത്തേക്ക് സന്നിവേശിക്കുന്നത്. ഈ മനോജ അല്ല അത് കേട്ടോ, വേറൊരു മനോജാണ്. ഇവിടെ നമ്മൾ ഒരാളെ കണ്ട്, അതാണ് നേരത്തെ എന്റെ കാര്യം പറഞ്ഞപ്പോ പാവപ്പെട്ട ഒരു ക്ലാർക്കിനെ അല്ല മൈസൂർ റോഡിൽ വെച്ച് കണ്ടത് എന്ന് പറഞ്ഞതുപോലെ വേറെ ആളുകളാണ് ഇതൊക്കെ, വേറെ ആളുകളാണ്. അപ്പൊ കഥയിൽ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റുന്ന മനോജ്, ഡോക്ടറായി കണ്ടുമുട്ടാൻ പറ്റുന്ന മറ്റൊരു മനോജ് ഉണ്ട്. ഒരുപക്ഷെ ഗംഭീരനായ ഒരു ന്യൂറോ സർജൻ. ഈ സമൂഹം ഏറ്റവും ആവശ്യപ്പെടുന്ന ഒരാളാണ്. ഇത്രയും മനുഷ്യപ്പറ്റുള്ള ഒരു ഡോക്ടറെ നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെ കഥ വായിക്കുന്ന ഒരാളെന്ന നിലയിൽ, സാഹിത്യത്തെ ഗൗരവമായി നോക്കുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം പൂർണ്ണ സമയം സാഹിത്യത്തിൽ ഉണ്ടാകണം എന്ന്, അതാണ് ഷിൻലാൽ നേരത്തെ പറഞ്ഞത്. ഷിൻലാൽ ഹാസ്യരൂപേണ നിങ്ങളോട് പറഞ്ഞത് ആരും ആവശ്യപ്പെട്ട് പോകും. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, മലയാള ചെറുകഥ എന്ന് പറയുന്ന സാഹിത്യം നിങ്ങൾ ഈ പറയുന്നത് പോലെ അതിന്റെ ഇപ്പൊ കാരൂര് തൊട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ ഒരു ഘട്ടത്തിലും അതിന്റെ ഗ്രാഫ് താന്നിട്ടില്ല. ലോകോത്തരമായ എനിക്ക് തോന്നുന്നില്ല മറ്റൊരു സാഹിത്യ രൂപത്തിലും മലയാളത്തിൽ അത്രയും പ്രബലമായ ഒരു ധാരയുണ്ട്. കാരൂര് തൊട്ടിങ്ങോട്ട് നോക്കിയാൽ നമ്മൾ ഒരു ഘട്ടത്തിലും ഈ കഥയുടെ ഗ്രാഫ് താഴുന്നില്ല. എല്ലാം വിശ്വോത്തരമായ, ഇപ്പൊ മേതിലിന്റെ കഥകൾ വായിച്ചാൽ ലോകത്തെ ഏത് കഥാകാരനാണ് നമുക്ക് മേതിലിനൊപ്പം വെക്കാൻ പറ്റുന്നത്? ഇപ്പൊ നിങ്ങൾ സമ്മാനമായി സ്വീകരിക്കാൻ കൊടുത്ത VK കഥകൾ, അല്ലെങ്കിൽ എനിക്ക് തന്ന OV വിജയന്റെ കഥകൾ, സക്കറിയയുടെ കഥകൾ, പത്മനാഭന്റെ കഥകൾ, CV ശ്രീരാമന്റെ കഥകൾ, ഈ കഥകൾ ഓരോ കാലത്തും ആ കാലത്തിന്റെ ഏറ്റവും സവിശേഷമായ ജീവിതത്തെ, അനുഭവ പരിസരത്തെ, അതിന്റെ എല്ലാ ഊഷ്മളതകളോടും കൂടി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന എപ്പിക്കുകളാണ്. അങ്ങനെയുള്ളൊരു ഫീൽഡിലാണ് വളരെ അറച്ചറച്ച് മനോജ് പ്രവേശിക്കുന്നത്. അവിടെ മനോജ് ഒട്ടും ഒരു കസേരയും പിറകോട്ട് വലിച്ചിടേണ്ടെന്ന് നിലയ്ക്കല്ല മനോജ് ആദ്യം തന്നെ മുൻനിരയിൽ കസേര വലിച്ചിട്ടിരിക്കാൻ യോഗ്യതയുള്ള ഒരാളായി പ്രത്യക്ഷപ്പെടുന്നത് അദ്ദേഹം തൊടുന്ന പ്രതലത്തിന്റെ പ്രത്യേകത കൊണ്ടാണ്. അത് ഒരുപക്ഷെ മലയാളത്തിൽ ആരും തൊടാത്ത, അല്ലെങ്കിൽ മറ്റു പലരും വളരെ ഉപരിപ്ലവമായി പറഞ്ഞുപോയ ചില മേഖലകളുടെ ആഴത്തെ അദ്ദേഹം തൊടുന്നു. ആ ആഴത്തെ തൊടുന്ന രീതി അസാധാരണമായ ഒരു രീതിയാണ്. അത് ഈ ഉടൽവേദത്തിലെ ഉടൽ എന്ന പ്രയോഗം തന്നെ അദ്ദേഹം തന്നെ ആമുഖത്തിൽ പറയുന്നുണ്ട്. ഉടൽ ശരീരം എന്ന അർത്ഥത്തിലല്ല, അതൊരു യുഗ്മമായി ശരീരവും മനസ്സും അതിന്റെ ഇപ്പൊ മാർസൊക്കെയാണ് അങ്ങനെ ശരീരത്തെ കുറിച്ച് പറയുന്നത്, ശരീരത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. ഒരു എൻസെമ്പിൾ ഓഫ് സോഷ്യൽ റിലേഷൻ എന്ന് പറയുന്നത് പോലുള്ള ഒരു പ്രതിഭാസത്തെയാണ് ഉടൽ എന്ന് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു ഉടലിനെ ലക്ഷ്യം വെച്ചിട്ടുള്ള എഴുത്തുകളാണ്.
സ്ത്രീ പുരുഷ ബന്ധങ്ങളെക്കുറിച്ച്, ദാമ്പത്യത്തെക്കുറിച്ച്, പ്രണയത്തെക്കുറിച്ച്, ഏറ്റവും ഉത്തരാധുനികമായ ജീവിത ബന്ധങ്ങളെക്കുറിച്ച്, അതിന്റെ തൊഴിലിടങ്ങളെക്കുറിച്ച്, അവിടുത്തെ മാനസിക രോഗാവസ്ഥകളെക്കുറിച്ച് ഒക്കെയാണ് ഈ കഥകൾ പറയുന്നത്. ചരിത്രത്തിന്റെ ആഴം എന്ന് പറയുന്നത് കുഴിച്ച് കണ്ടെത്താൻ പറ്റുന്ന ഒന്നല്ല, അതിങ്ങനെ ഉപരിതലം കൊണ്ട് രൂപപ്പെടുന്ന ഒന്നാണ്. ഏതുപോലെ എന്ന് വെച്ചാൽ ഉള്ളിയുടെ ആഴം പോലെയാണ്. ഉള്ളി തൊലിച്ചു നോക്കുമ്പോൾ എപ്പോഴും തോടാണ്. ഉള്ളിക്ക് അകക്കാമ്പ് വരെയും തോടാണ്. ഓരോ തൊലിച്ച് നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റും. അങ്ങനെ ഉപരിതലമാണ് അതിന്റെ ആഴം. ഈ കഥകളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ സമൂഹത്തിന്റെ ഏറ്റവും ഉപരിതലമായ ഒരു സാധനത്തിലൂടെയാണ് ഈ കഥകൾ പോകുന്നത്. ആശുപത്രിയിലെ രണ്ട് ഡോക്ടർമാർ തമ്മിലുള്ള സംഭാഷണത്തിലോ ഒരു ഇതിനകത്ത് ഒരു ഫോൺ സംഭാഷണത്തിൽ ഒരു കഥയുണ്ട്. ഈ ഉടൽവേദത്തിനകത്ത് ഡോക്ടർ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന ഇടത്തേക്ക് വരുന്ന ആ സംഭാഷണം ഫോൺ സംഭാഷണം അവസാനിക്കുമ്പോൾ കഥ അവസാനിക്കുന്നു. ഗംഭീരമായൊരു പ്ലോട്ടാണ് കഥ ഇതിനകത്ത് വരുന്നത്. പദപ്രശ്നം എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ച് ഉള്ള അസാധാരണമായ ഒരു കഥയാണ് ഇത്. ഏറ്റവും ആധുനികമായ, നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും ആധുനികമായ ജീവിതത്തിന്റെ ഉടലും തമ്മിലുള്ള ബന്ധത്തിന്റെ അതിസങ്കീർണമായ പ്രതലങ്ങളുടെ ആ പ്രതലങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അതിന്റെ അസാധാരണമായ ആഴത്തെ ചിത്രീകരിക്കുന്ന ഗംഭീരമായ ഒരു എഴുത്തിന്റെ രീതി ഈ കഥയ്ക്കുണ്ട്. വളരെ ഇന്റൻസീവായ ഒരു എഴുത്തിന്റെ രീതി ഈ എഴുത്തിനുണ്ട്. അത് മലയാളത്തിലെ ഏത് കഥാകാരനുമായും തട്ടിച്ചു നോക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒന്നാണ്. അത് നിങ്ങളുടെ ജീവിത സന്ദർഭങ്ങളിൽ നിന്ന് വന്നൊരാൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു ഉണ്ണി ആയ ഒരാൾ ഇവിടുത്തെ കൂടി ജീവിതത്തെ എടുത്തു വെച്ചുകൊണ്ട് എഴുതുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത.